അപ്പോൾ നമസ്കാരം. നമ്മുടെ മുമ്പിലിരിക്കുന്ന നമ്മുടെ പുതിയൊരു സിനിമയുടെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി നമ്മുടെ ഡയറക്ടർ സാറാണ് ഇരിക്കുന്നത്. ജയൻ പൊതുവാൾ എന്നാണ് സാറിൻ്റെ പേര്. സ്വാഗതം സാർ. സാറിൻ്റെ പുതിയ പടം ഇഷ്ടരാഗം അല്ലേ? ഇഷ്ടരാഗം എന്ന് പറയുമ്പോൾ ഒരുപാട് രാഗങ്ങൾ ബേസ് ചെയ്തിട്ട് തന്നെയാണോ മൂവി ഒരു ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നത്, മൂവിയുടെ കഥ പോകുന്നത്? ഒരു മ്യൂസിക്കൽ റൊമാൻറ്റിക് ത്രില്ലറാണ്. ഓക്കെ. പാട്ടിന് മ്യൂസിക്കിനും കുറച്ച് ഇമ്പോർട്ടൻസ് കൂടുതലുണ്ട്. അത് ഒരു ക്യാരക്ടേഴ്സ് നോക്കുകയാണെങ്കിൽ വളരെ ചെറുപ്പമായ കുട്ടികളാണ് ചെയ്യുന്നതെന്ന് തോന്നുന്നു അല്ലേ? അതെ, ഒരു +1 +2 ഏജിലുള്ള ഒരു പെൺകുട്ടിയുടെ കഥയാണ്. ഒരു നായിക പ്രാധാന്യമുള്ള സിനിമയാണ്. അപ്പം അതുകൊണ്ടാണ് പുതുമുഖങ്ങളെ തന്നെ സെലക്ട് ചെയ്തത്. കാസ്റ്റിങ്ങിനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിരുന്നു സാർ? ഇല്ല, സത്യം പറഞ്ഞാൽ കുറച്ച് കുട്ടികളുടെ ഫോട്ടോ സുഹൃത്തുക്കൾ അയച്ചു തന്നു. അപ്പോൾ അതൊന്നൊരു തൃപ്തിയായില്ല. പിന്നെ ഓഡിഷനൊന്നും ഈ സിനിമയ്ക്ക് ഓഡിഷൻ വെച്ചിട്ടേ ഇല്ല. അപ്പോൾ വടകരയുള്ള ഒരു ടീച്ചർ പറഞ്ഞു, ഇങ്ങനെ ഒരു കുട്ടിയുണ്ട്, മോണോ ആക്റ്റൊക്കെ ചെയ്യും എന്ന് പറഞ്ഞു. പെൺകുട്ടി +1 പഠിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ട് നേരിട്ട് ആ കുട്ടിയുടെ വീട്ടിൽ പോയി കണ്ടു. അപ്പം ഏകദേശം കറക്റ്റാണ്, പിന്നെ അഭിനയിക്കാൻ പറ്റുമെന്ന് കോൺഫിഡൻസ് പറഞ്ഞു. ആ ഏജും കറക്റ്റാണ്, നമ്മളെ ക്യാരക്ടറിന് ആപ്റ്റായ ഒരു മുഖമായിരുന്നു. അതുകൊണ്ട് കറക്റ്റ് ചെയ്തു. നായകനെ നമ്മളെ സുഹൃത്ത് സുരേഷ് രാമന്തളി, ഈ സിനിമയുടെ ഒരു പ്രൊഡ്യൂസർമാരിൽ ഒരാളായ, എനിക്ക് ആദ്യം ഫോട്ടോ അയച്ചു തന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു നേരിട്ട് കാണണം എന്ന് പറഞ്ഞു. അങ്ങനെ കക്ഷി നേരിട്ട് തന്നെ വന്ന് കണ്ടു. ഇതിനകത്ത് മറ്റ് കഥാപാത്രങ്ങളൊക്കെ എങ്ങനെയായിരുന്നു കാസ്റ്റിംഗ് ഒക്കെ ചെയ്തത്? മറ്റ് പിന്നെ ജിഷിൻ എന്ന് പറയുന്ന ഒരു കക്ഷിയായിരുന്നു. അത് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, വന്ന് കണ്ടു, ഓക്കെ, അങ്ങനെയായിരുന്നു. പിന്നെ ബാക്കിയുള്ളത് ഉണ്ണിരാജ്, പിന്നെ കൈലാഷ്, അങ്ങനെയൊക്കെയുള്ള ആർട്ടിസ്റ്റാണ്. അവരൊക്കെ മുമ്പ് നമ്മളെ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. സാറിൻ്റെ ഇത് എത്രാമത്തെ ചിത്രമാണ്? ഒരു 7ാമത്തെ സിനിമ. ഇതിനു മുമ്പ് ചെയ്ത ഒരു സിനിമയിൽ നിന്നും വ്യത്യസ്തമായ ഒരു സിനിമ തന്നെയാണോ ഈ ഒരു ഇഷ്ടരാഗം എന്ന് പറയുമ്പോൾ? വ്യത്യസ്തം എന്ന് പറയുന്നത്, ഇതിനു മുമ്പുള്ള സിനിമകളൊക്കെ കുറച്ച് താര മൂല്യമുള്ള സിനിമകളായിരുന്നു. ഇത് പുതുമുഖങ്ങളും പിന്നെ അതേപോലെ ആ ഏജിലുള്ള അവരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയ വലിയൊരു കാര്യം. അതെ, നമ്മൾ അവരിൽ ഒരാളായി മാറി. പ്രണയം തന്നെയാണല്ലേ? ഫുള്ള് പ്രണയവും ത്രില്ലറും അങ്ങനെ ബേസ് ചെയ്തിട്ട്? അതെ, പ്രണയം അല്ല, പ്രണയം ഉണ്ട്. പക്ഷെ അത് ഇവര് ഒരു സ്ഥലത്ത് ഒരു ഹിൽ സ്റ്റേഷനിൽ എത്തിപ്പെടുമ്പോൾ സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇത് പറയുന്നത്. ഏത് പെൺകുട്ടിയുടെ ജീവിതത്തിലും അങ്ങനെ ഉള്ള ഒരു സാഹചര്യം ഉണ്ടാവാം. അതെങ്ങനെ തരണം ചെയ്യുന്നു എന്നുള്ളൊരു ഇതാണ്. സാറിന്റെ തന്നെ കഥയാണല്ലേ? കഥ എൻ്റെത്, തിരക്കഥ സംഭാഷണമൊക്കെ ചന്ദൻ രാമൻ. ഓക്കെ. അപ്പൊ ഇതിന്റെ മ്യൂസിക് ഒക്കെ ആരാണ് ചെയ്തേക്കുന്നത്? മ്യൂസിക് വിനീഷ് പണിക്കർ എന്ന് പറഞ്ഞ ആളാണ് പാട്ടുകൾ ചെയ്തിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് പ്രണവ് പ്രദീപ്. പാടിയേക്കുന്ന ആൾക്കാരൊക്കെ? പാടിയിരിക്കുന്നത് പിന്നെ മ്യൂസിക് ഡയറക്ടർ ശരത് സാറ് ഒരു പാട്ട് പാടിയിട്ടുണ്ട്. അതുപോലെ വിജയ് യേശുദാസ് 2 പാട്ട് പാടിയിട്ടുണ്ട്. പിന്നെ വടുകിയമ്മ എന്ന് പറഞ്ഞിട്ടൊരു ഗോത്ര ഗായിക അട്ടപ്പാടിയിലുള്ള അവര് പാട്ട് പാടിയിട്ടുണ്ട്. സാറ് പിന്നെ എങ്ങനെയാണ് ഇനി അങ്ങോട്ടേക്കുള്ള ഒരു അടുത്ത സിനിമയ്ക്കുള്ള തയ്യാറെടുപ്പുകളൊക്കെ തുടങ്ങി കഴിഞ്ഞു? അടുത്ത സിനിമകൾ നമ്മളെപ്പോഴും ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അതെ അതെ അതെ. അടുത്തത് ഇതുപോലെ ഒരു മ്യൂസിക്കൽ ജേർണി ആണോ ഉദ്ദേശിക്കുന്നത്? വ്യത്യസ്തമായ വേറെ ഒരു സാധനമാണ്, ഒരു ആക്ഷൻ മോഡലുള്ള ഒരു സാധനമാണ് നോക്കുന്നത്. ഓക്കെ ഓക്കെ. പിന്നെ അതുപോലെ തന്നെ സാറിന്റെ പേഴ്സണൽ ലൈഫൊക്കെ എങ്ങനെയാണ്? സാറിന്റെ കുടുംബം എവിടെയാണ് സാർ? ഞാൻ പയ്യന്നൂരാണ്. പയ്യന്നൂർ. വൈഫ് ഉണ്ട്, 2 കുട്ടികൾ. ഓക്കെ. അപ്പൊ ഇങ്ങനെ വൈഫൊക്കെ അവര് കൂടെ എപ്പോഴും ഉണ്ട്. ഇപ്പൊ ഇവിടെ വന്നിട്ടുണ്ട്. ആണല്ലേ? ഓക്കെ. കുട്ടികളെല്ലാം ഉണ്ട്. ഓക്കെ. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം സാർ നമ്മുടെ കൂടെ ഇത്രയും നേരം ടൈം സ്പെൻഡ് ചെയ്തതിൽ. സാറിന് ഇനിയും നല്ല നല്ല സിനിമകൾ പുറത്തോട്ട് വരട്ടെ. എല്ലാവരും പ്രേക്ഷകർ തിയേറ്ററിൽ തന്നെ ഈ സിനിമ ഇഷ്ടരാഗം എന്ന് പറയുന്ന സിനിമ കാണണം. അപ്പോൾ സാറിന് എന്താണ് പറയാനുള്ളത് പ്രേക്ഷകരോട്? പ്രേക്ഷകരോട് പറയാനുള്ളത്, സിനിമ മാക്സിമം കാണാൻ ശ്രമിക്കുക. കൊച്ചു സിനിമയാണ്, പുതിയ കുട്ടികളുടെ സിനിമയാണ്. മാക്സിമം കാണാൻ ശ്രമിക്കുക. ഓക്കെ. താങ്ക് യു.